ഡയറ്റ് എടുക്കുന്നവർക്ക് ഓയിലും ബട്ടറും ഗീയും ഒന്നും ചേർക്കാത്ത ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി നോക്കിയാലോ? അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് 250 ഗ്രാം തക്കാളി, 100 ഗ്രാം സബോള, ഒരു 10 കാഷ്യൂനട്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, ഒരു സർവ്വസുഗന്ധിയുടെ ഇല, 3 വറ്റൽ മുളക്, 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. 250 ml വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വേവും. കുറച്ച് നേരം കഴിയുമ്പോൾ ഡീപ്രഷറൈസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുറന്നു വെക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ഫൈൻ പേസ്റ്റ് കണക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അതിനകത്ത് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വേവിച്ച് വെച്ച ആ സെയിം വെള്ളമാട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് കുറച്ച്. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 250 ഗ്രാം മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മഷ്റൂം ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മഷ്റൂം വെന്തതിന് ശേഷം നമുക്ക് 250 ml പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്നോടെ ഒന്ന് കുക്കാവട്ടെ. മഷ്റൂമും പാലും ആ ഗ്രേവിയും കൂടെ ഒന്നോടെ കുക്കാവാം. ഒരു 10 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ് കുക്കായതിനു ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയുടെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം മസാല റെഡിയായി. ബട്ടർ മഷ്റൂം മസാലയുടെ സെയിം ടേസ്റ്റാണ്, പക്ഷെ ബട്ടറും ഗീയും ഒന്നും ചേർക്കാതെ ആട്ടോ. അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.